ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഒരു ഫ്രണ്ട് ഓപ്പൺ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. ഇതാണ് ബ്ലൗസിൻ്റെ മെയിൻ മെറ്റീരിയൽ. 1 മീറ്ററാണ് ബ്ലൗസ് വരുന്നത്. അതിന് വേണ്ടി ഞാൻ 1 മീറ്റർ തന്നെ ഒരു ലൈനിങ്ങും എടുത്തു. ഇനി ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ലൈനിങ്ങിനെ രണ്ടായിട്ട് മുറിച്ചെടുക്കും. എന്നിട്ട് ബാക്കിൻ്റെ ഫ്രണ്ടിൻ്റെയും വേറെ വേറെയാണ് കട്ട് ചെയ്യുന്നത്. ബാക്കിലെ കട്ടിങ്ങിൽ നോക്കാം. ആദ്യം ഞാൻ കഴുത്ത് 3 ഇഞ്ച്, ഷോൾഡർ 3 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം താഴോട്ട് കൈക്കുഴി 6 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം വിഡ്ത്ത് 10 പ്ലസ് ഒരു സീമിങ് അലവൻസ് 13, അതത്രയും മാർക്ക് ചെയ്തു. അതിനുശേഷം കൈക്കുഴി വളച്ച് വെട്ടാൻ വേണ്ടി 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കൈക്കുഴി വളച്ച് കൊടുത്തു. ഇനി അതിന് ശേഷം താഴോട്ടുള്ള വീതി നമുക്ക് നോക്കാം. ആദ്യം ചെസ്റ്റിൻ്റെ വീതി 13 പ്ലസ് ഒരു 3 ഇഞ്ച് കൂടെ സീമിങ് അലവൻസ്. പിന്നെ നമുക്ക് ഹുക്ക് ഇടുന്ന താഴത്തെ അരവണ്ണം 8 പ്ലസ് ഒരു 2 ഇഞ്ചും കൂടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. 2 അല്ലെങ്കിൽ 3 സീമിങ് അലവൻസ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡീറ്റെയിൽഡായിട്ടുള്ള മാർക്കിങ്ങിൻ്റെ ഒരു ഫോട്ടോ ആണ് ഞാൻ ഈ ഇട്ടേക്കുന്നത്. ഇതിൽ ഫ്രണ്ടിലെ വിഡ്ത്തിൻ്റെ അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പ്രിൻസസ് കട്ടിന് വേണ്ടി നമ്മൾ 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അത് നമുക്ക് അകത്തോട്ട് തയ്ച്ച് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ വിഡ്ത്ത് പ്ലസ് ഒരു 3 ഇഞ്ചും കൂടെ ചേർത്ത് വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. പിന്നീട് മേളിൽ നിന്ന് താഴോട്ട് ഒരു 10 ഇഞ്ച് താഴേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടാണ് അവിടെ നിന്ന് പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമുക്കത് തുണിയിൽ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഫ്രണ്ട് പീസിന് വേണ്ടിയുള്ള അളവുകൾ നമുക്കിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കൈക്കുഴി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. മേളിൽ നിന്ന് താഴേക്ക് 10 ഇഞ്ച് മാർക്ക് ചെയ്തൊരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് നേരെ താഴേക്ക് സ്ട്രെയിറ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് 1.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ പോലെ നമുക്ക് വരച്ചു കൊടുക്കാം. ടോട്ടൽ വീതി വേണ്ടത് 10 പ്ലസ് 3 പ്ലസ് ഒരു 3 16 ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ വിഡ്ത്ത് വേണ്ടത്. അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയാണ് നമുക്ക് ലൈനിങ്ങിൽ മാർക്കിങ് വേണ്ടത്. അതിനുശേഷം നമുക്ക് ആ വിഡ്ത്ത് അനുസരിച്ച് നമുക്ക് ഇതുപോലെ ലൈനിങ് മുറിച്ചെടുക്കാം. ഇനി കൂടുതൽ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻ ക്ലോത്തും കൂടെ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് ശേഷം മെയിൻ ക്ലോത്തിൽ ഈ പീസസ് എല്ലാം വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ കട്ടിങ് നോക്കാം. ഞാൻ ലെന്ത് 10 ഇഞ്ച് പ്ലസ് സീമിങ് അലവൻസ് 2 ഇഞ്ചും കൂടെ കൊടുക്കുന്നു. അതിന് ശേഷം താഴോട്ടുള്ള നീളം ഞാൻ 11 ഇഞ്ച് കൊടുക്കുന്നു. അതിനുശേഷം 2.5 ഇഞ്ച് മാറ്റി പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്ലീവ്സ് ചെരിച്ച് കൊടുക്കുന്നു. പ്ലസ് ആം ഹോളിൻ്റെ എത്രയാണ് വീതി അതേ പ്ലസ് 2 ഇഞ്ചും കൂടെ സീമിങ് അലവൻസും കൂടെ കൊടുക്കുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള തുണിയിലാണ് ഞാൻ ഫ്രണ്ട് പീസിൻ്റെ തുണി വെട്ടുന്നത്. തുണി തികഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജോയിൻ്റ് ചെയ്തും എടുക്കാം. അതിന് ശേഷം പ്രിൻസസ് കട്ടിൻ്റെ കട്ടിങ് എങ്ങനെയാണ് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഫ്രണ്ടിലെ പീസ് ലൈനിങ് ഞാൻ രണ്ടായിട്ട് മുറിച്ചു. അതിന് ശേഷം ഓരോ പീസ് ലൈനിങ് മെയിൻ ക്ലോത്തും കൂടെ വെച്ചതിന് ശേഷം 4 സൈഡ് വേണമെങ്കിൽ നമുക്കൊന്ന് തയ്ച്ച് കൊടുക്കാം. ഞാനിവിടെ തയ്ച്ച് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് മെഷർമെൻറ്റ്സിലേക്ക് പോകാം. മേളിൽ നിന്ന് താഴേക്ക് മുമ്പ് മാർക്ക് ചെയ്തതുപോലെ തന്നെ 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ആ പോയിൻ്റിൽ നിന്ന് 1.5 ഇഞ്ച് അകലത്തിൽ 2 പോയിൻ്റും കൂടെ താഴെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു ട്രയാങ്കിൾ പോലെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് മേളിൽ നിന്ന് ആം ഹോളിൻ്റെ അവിടെ നിന്ന് ആ പോയിൻറ്റിലേക്ക് നമുക്കിതുപോലെ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ട്രയാങ്കിൾ പോലെ മാർക്ക് ചെയ്തതിൻ്റെ നടുക്കൂടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. അതിന് ശേഷം ആം ഹോളിൻ്റെ അവിടം വരെ ഈ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ആ ലൈന് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആദ്യം. ഇനി ആ തുണി നമുക്ക് മടക്കി വെച്ചിട്ട് ആ ട്രയാങ്കിൾ പോലെ നമുക്ക് ആക്കി വെച്ചേക്കുന്നതിൽ കൂടെ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നേരത്തെ വരച്ച് വെച്ചേക്കുന്ന ആ സ്റ്റിച്ചിൻ്റെ ആ സൈഡിൽ കൂടെ ഒരു 1/4 ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കിതുപോലെ തയ്ച്ച് ഇങ്ങനെ കറക്കി നമുക്കിതുപോലെ പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പിൽ തയ്ച്ചെടുക്കാം. ഒന്നും കൂടെ തിരിച്ച് ഒന്നും കൂടെ തയ്ച്ചിട്ട് അത് ആ സ്റ്റിച്ചങ്ങ് സ്ട്രോങ് ആക്കി കൊടുക്കാം. ഇനി ഇങ്ങനെ തന്നെ മറ്റേ സൈഡിൽ നമുക്കിതുപോലെ തയ്ച്ച് കൊടുക്കാം. അതിന് ശേഷമുള്ള ഫൈനൽ ലുക്കാണ് ഇത്. ഇനി അതിന് ശേഷം നമുക്ക് കഴുത്ത് ആവശ്യത്തിനുള്ള ഇറക്കത്തിനനുസരിച്ച് നമുക്ക് കഴുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ 9 ഇഞ്ച് ഇറക്കം 3 ഇഞ്ച് വീതിയിൽ ഞാൻ ഒരു സ്ക്വയർ പോലെ തയ്ച്ചിട്ട് അതിൽ ഒരു സർക്കിളാണ് നമ്മൾ കഴുത്ത് കൊടുക്കുന്നത്. ഫ്രണ്ടിൽ 2 സർക്കിൾ പോലെ തയ്ച്ചു. അതിന് ശേഷം നമുക്ക് പടി 2 തയ്ച്ചു കൊടുക്കാം. ഒരിടത്ത് ഹുക്ക് വെക്കുന്നതും ഒരിടത്ത് ഹുക്ക് വെക്കാനുള്ള സ്റ്റിച്ച് നമ്മൾ തയ്ക്കാനും വേണ്ടി ഇതുപോലെ 2 പടി ഞാൻ ഇതുപോലെ ഫ്രണ്ടിൽ തയ്ച്ചു കൊടുത്തു. ഇനി അതിന് ശേഷം ബാക്കിലെ പീസും ഇതുപോലെ തന്നെ നമുക്ക് കഴുത്ത് നമുക്ക് വെട്ടി കൊടുക്കാം. അതിന് വേണ്ടി ഞാൻ ബാക്കിലും 9 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നീട് കഴുത്തകലം 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ക്വയർ പോലെ റെക്റ്റാങ്കിൾ പോലെ തയ്ച്ചിട്ട്
അവിടെ നിന്ന് റൗണ്ട് തന്നെയാണ് ബാക്കിലും കൊടുക്കുന്നത് കഴുത്ത്. ഇനി അതിന് ശേഷം നമുക്ക് ഷോൾഡർ രണ്ടെണ്ണത്തിനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സ്ലീവ്സ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ലൈനിങ് ഇല്ലാതാണ് സ്ലീവ്സ് കൊടുക്കുന്നത്. കറക്റ്റ് സെൻറ്റർ സ്ലീവ്സിൻ്റെ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് സെൻറ്ററിൽ തന്നെ വെച്ച് കൊടുത്ത് തയ്ക്കാം. അതിന് ശേഷം ഒരു ചെറിയ കാലിൽ ഒരു ഇഞ്ചിൻ്റെ ഒരു ലൈനിങ് ക്ലോത്ത് എടുത്തിട്ട് ഞാനിതുപോലെ താഴെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഇവിടെ നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് കൈത്തയ്യൽ വെച്ചിട്ടാണ് നമ്മളത് തയ്ച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ തന്നെ ഒരു ചെറിയ ഒരു ഇഞ്ചിൻ്റെ ഒരു ക്രോസ് പീസ് തുണി എടുത്തിട്ട് നല്ല വശത്ത് വെച്ച് ഇതുപോലെ നമ്മൾ കഴുത്തിൻ്റെ അവിടെ മൊത്തം ഇതുപോലെ റൗണ്ട് തയ്ച്ച് കൊടുക്കും. അതിനുശേഷം അതും മറിച്ച് ഇട്ടിട്ട് നമ്മൾ കൈത്തയ്യൽ വെച്ചിട്ട് തയ്ച്ച് കൊടുക്കുകയാണ്. ഇതാണ് തയ്ച്ചതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക്. ഫ്രണ്ട് ഇങ്ങനെയാണ് വരുന്നത്, ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.